വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹണികോംബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിൽ നമ്മൾ തേൻമെഴുകിൽ നിന്നും അല്ലെങ്കിൽ കാലിയായിട്ടുള്ള ഹണികോംബിൽ നിന്നും ഒരു പെയിൻ ബാം പ്രിപ്പറേഷനാണ് കാണിക്കുന്നത്. 100% നാച്ചുറലായിട്ടുള്ള ഒരു പെയിൻ ബാം തേനടയിൽ നിന്ന് കാലിയായിട്ടുള്ള തേൻമെഴുകിൽ നിന്നും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണണേ. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണേ. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിൽ നമ്മൾ ബാമിൻ്റെ പ്രിപ്പറേഷനാണ് ഫുള്ളായിട്ട് തന്നെ കാണിക്കുന്നത്. അതിനായിട്ട് ആദ്യം തേനെടുത്ത ഫ്രെയിമിൽ നിന്നും തേൻമെഴുക് ശേഖരിക്കുന്നു. ഒരു പാത്രത്തിലേക്ക് അത് നമ്മൾ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അതിലേക്ക് വെള്ളം ഒഴിച്ച് അത് ചൂടാക്കുന്നു. നല്ലപോലെ ബോയിൽ ചെയ്യുന്നു. തിളയ്ക്കും വിധം ചൂടാക്കുന്നു. ചൂടാക്കുമ്പോൾ ഈ മെഴുക് കംപ്ലീറ്റ് ഉരുകി അതിലെ വേസ്റ്റ് വേർതിരിയും, മെഴുകും വേർതിരിയും, ബാക്കി നമ്മൾ ഒഴിച്ച വെള്ളവുമായിട്ടും വേർതിരിയും. ഇത് അരിച്ചെടുക്കണം. നല്ലപോലെ തിളച്ചതിന് ശേഷം 2-3 പ്രാവശ്യം ഈ പ്രോസസ്സ് തുടർന്ന് അരിച്ചെടുക്കണം. നല്ലൊരു പെയിൻ ബാമാണ്. ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴാണ് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ തോന്നിയത്. ആവശ്യമുള്ളവർ അഡ്രസ്സ് അയച്ചാൽ മതി. ഞാനിതിൽ വാട്സാപ്പ് നമ്പർ ഇടാം. ആവശ്യമുള്ളവർ ബാമിന് ആവശ്യം വരികയാണെങ്കിൽ കൊറിയർ ചെയ്തു തരുന്നതാണ്. എനിക്ക് വൈദ്യശാലയാണ്. വൈദ്യശാലയിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റിനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാമാണ്. അങ്ങനെ നമ്മൾ ചൂടാക്കിയ മെഴുക് തണുത്തതിന് ശേഷം തണുക്കാൻ വെച്ചതിന് ശേഷം അതിന് മുകളിൽ അടിഞ്ഞ വാക്സ് അല്ലെങ്കിൽ ബി വാക്സ് തേൻമെഴുക് അടർത്തിയെടുക്കുന്നു. വീണ്ടും വെള്ളമൊഴിച്ച് തിളപ്പിക്കണം. ഒരു 2-3 പ്രാവശ്യം ഈ പ്രോസസ്സ് തുടരണം. എന്നിട്ട് അരിച്ചെടുത്തിട്ടാണ് നമ്മൾ ബാം നിർമ്മിക്കുന്നത്. എനിക്ക് വൈദ്യശാലയാണ്. ഞാനൊരു വൈദ്യരാണ്. വചസ്പതീസ് ആയുർവേദ, ഈരാറ്റുപേട്ട കളത്തുക്കടവിലാണ്, കോട്ടയം ജില്ല. നമ്മുടെ വൈദ്യശാലയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിനാണിത്. മെഡിസിനൽ ബാമാണിത്. നല്ല റിസൾട്ടാണ് കേട്ടോ. വീണ്ടും ചൂടാക്കുന്നു. ഇനി ഇതിലേക്ക് മരുന്നുകൾ ചേർത്ത് കൊടുക്കുക. ഒരു പാത്രത്തിലൊഴിച്ച് മരുന്നുകൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ബി വാക്സിൽ ആ ലിക്വിഡ് ഫോം മാറി ഇപ്പോൾ ഒരു ജെല്ലി ഫോം ആവും. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം. അത് തണുക്കുമ്പോൾ ഈ ബോട്ടിലേക്ക് കോരി മാറ്റാവുന്നതാണ്. അങ്ങനെ കോരി മാറ്റി തണുത്തതിന് ശേഷം അടച്ചു വെച്ചിരിക്കുന്ന പരുവമാണ് കാണുന്നത്. ഇതാണ് നമ്മുടെ പെയിൻ ബാം. എല്ലാത്തരം വേദനകൾക്കും കൊള്ളാം. അതുപോലെ വെരിക്കോസ് പെയിൻ ഇല്ലേ, അതിൻ്റെ പൊട്ടൽ, ഞരമ്പ് തടിച്ച് നിൽക്കുന്ന എല്ലാത്തിനും കൊള്ളാം. അതുപോലെ സ്കിൻ ഡിസീസ്, ത്വക്ക് രോഗങ്ങൾക്ക് കൊള്ളാം. ജോയിൻറ്റ് പെയിന്, ഡിസ്ക് പെയിനൊക്കെ കൊള്ളാം. ഉളുക്ക് എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നല്ല നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നൊരു ബാമാണ്. നല്ല ഫ്ലെയിമബിളായിട്ടുള്ളൊരു ഹീലിംഗ് നമ്മുടെ ബോഡിയിൽ തരും. വേദനകൾക്ക് നല്ല ആശ്വാസം കിട്ടും. വീഡിയോ കണ്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാം വേണമെങ്കിൽ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.